ഏലിയാസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഒരു സംഭവകഥ ഓർമ്മ വന്നു. അതായത് കണ്ണൂർ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്താണ് അവിടെ ഈ കശ്മീർ റിക്രൂട്ട്മെൻറ്റ് കേസ് വന്നത്. അപ്പോൾ ആ സമയത്ത് ഒരു പോലീസുകാരൻ മറ്റൊരു ചാനലിൻ്റെ വ്യക്തിക്കാണ് ഈ വാർത്ത എങ്ങനെ കൊടുക്കുക, ഒരു പ്രതി പിടികൂടി കഴിഞ്ഞാൽ ഉടനെ അയാൾ വിളിച്ച് കൊടുക്കും. നമുക്കൊന്നും തരുന്നില്ല, അയാൾക്ക് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അയാളുടെ ചാനലിൽ ആദ്യം വാർത്ത വരും, നമുക്ക് വാർത്ത കിട്ടില്ല. അപ്പം നമ്മൾ എന്നിട്ട് പിന്നെ പലരെയൊക്കെ വിളിച്ചൊക്കെ എടുത്ത് പ്രൈമറി സോഴ്സിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് കൊടുക്കുള്ളൂ. അപ്പം ഒരു ദിവസം ഒരു വാർത്ത വന്നു, ഫൈസൽ എലിയാസ് ബാബു പിടിയിലായിരിക്കുന്നു. പ്രധാന തീവ്രവാദ ഗ്രൂപ്പിലെ പ്രധാന കണ്ണിയാണ് ഫൈസൽ എലിയാസ് ബാബു. നമ്മൾ വിട്ടുപോയി, ഇത് പേരറിയില്ല, നമുക്ക് വാർത്ത കിട്ടിയിട്ടില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു. ചിലപ്പോൾ ഞാനും കൊടുത്തു പോയതിനെ ഫൈസൽ എലിയാസ് ബാബു എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതാണ്, നമ്മളെ വിവരക്കേടുണ്ടല്ലോ, മാധ്യമങ്ങളുടെ വിവരക്കേടിനെ കൃത്യമായി എന്താ പറയുക, മുറിച്ച് ഇഴകീറി ആളുകളുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്ന, നമ്മളെയൊക്കെ കൃത്യമായി ഓഡിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എം സ്വരാജ്. മാധ്യമങ്ങളുടെ തെറ്റുകളെക്കുറിച്ച് സത്യാനന്തര കാലത്ത് വളരെ കൃത്യമായി വിവരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഈ തെറ്റ് സംഭവിക്കാൻ പാടില്ലായിരുന്നു. അദ്ദേഹത്തിന് നമ്മളൊരു ലൈവായി നിന്നൊരു വാർത്ത കൊടുക്കുന്നതും ഒരു പുസ്തകം എഴുതുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നമ്മൾ ലൈവായിട്ടൊരു വാർത്ത ഒരുപാട് അബദ്ധങ്ങൾ സംഭവിക്കും, നമുക്ക് അക്ഷരത്തെറ്റുകൾ സംഭവിക്കും, ഫാക്ച്വൽ എറർ വരെ സംഭവിക്കും. പക്ഷേ നമുക്കത് ലൈവിൽ സംഭവിക്കുന്ന തെറ്റുകളാണ്. നേരെ മറിച്ച് ഒരു പുസ്തകം എഴുതുമ്പോൾ എന്താണ്, ഒരു വ്യക്തി കസേരയിട്ട് ഇരുന്ന് എഴുതി റെഫർ ചെയ്ത് വീണ്ടും റീചെക്ക് ചെയ്ത് പ്രൂഫ് വായിച്ച് വേറൊരാളെ കൊണ്ട് ഒരു പക്ഷേ വായിപ്പിച്ച് പ്രിൻ്റ് ചെയ്ത് ഇറക്കിയ പുസ്തകമാണ്. അതിൽ ഇങ്ങനെ മാധ്യമങ്ങൾ വിമർശിക്കുന്ന ഒരാൾക്ക് തെറ്റുപറ്റാൻ പാടില്ല. അത് നമുക്ക് സഹിക്കാൻ പറ്റുമോ? പറ്റില്ല. ഒരു പുസ്തകം ഇറക്കുന്നതും ലൈവ് റിപ്പോർട്ടിങ്ങും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പം അങ്ങനെ സംഭവിച്ച ഒരു തെറ്റിനെ നമ്മൾ ഓഡിറ്റ് ചെയ്യപ്പെടുമ്പോൾ അവർ മലിന മനസ്കരാന്ന് പറയുന്നത്, ലൈവായിട്ട് പറയുന്നത് അത്ര ശരിയായ നടപടിയല്ല എന്നേ ഉള്ളൂ. നേരെ മറിച്ച് സ്വരാജ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ വിവരത്തെക്കുറിച്ചോ ഒന്നും ചോദ്യം ചെയ്യാൻ നമ്മളാരുമല്ല. ഈ വിഷയത്തിൽ അദ്ദേഹം ചെയ്തിരിക്കുന്നത്, മാധ്യമങ്ങളെ വിമർശിക്കുന്ന അദ്ദേഹം ചെയ്തിരിക്കുന്നത് വലിയ തെറ്റാണ്. ആ തെറ്റ് തിരുത്താൻ അദ്ദേഹം തയ്യാറാകണം, ഏറ്റുപറയാൻ അദ്ദേഹം തയ്യാറാണ്.